നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്? അതുപോലെ തന്നെ അവരെന്തെങ്കിലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഡെഫിനിറ്റ്ലി ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് ആങ്ഷ്യസ് ആണ് എന്ന് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റക്നെസ് അവരെ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന മൊമെൻ്റാണ്. പക്ഷേ മനസ്സാലെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഓടിയെത്തണമെന്നും ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ നിലനിർത്തണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് റിയാലിറ്റിയിൽ ആ ഒരു കാര്യം കൊണ്ടുവരാനായിട്ട് കഴിയാത്തതായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഒരു തടസ്സം അവരുടെ ലൈഫിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിലൊരു സക്സസ് ആണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കൂടുതൽ പേര് ഈ ഒരു സമയത്ത് നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിലും അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ചാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള സാധ്യത, ആ ഒരു സെപ്പറേഷൻ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ എത്രയും വേഗം മാറുന്നു എന്നുള്ള അതിനുള്ള ഒരു പ്രതീക്ഷയാണ് ഈ കാർഡ് നമുക്കിവിടെ തരുന്നത്. ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്കായിട്ട് തുറന്നിരിക്കുകയാണ്. അതായത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് എപ്പോഴും ഉള്ളത്. വളരെ സിൻസിയർ ആയിട്ട് തന്നെയാണ്, വളരെ ജെന്യുവിൻ ആയിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നതും. എത്രമാത്രം ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഒരുപാട് സ്ട്രഗിൾസിലൂടെ അവരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോവാണ്. പക്ഷേ എപ്പോഴും നിങ്ങളുടെ പ്രണയത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. പലതവണ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ ഈ വ്യക്തിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ആ ഒരു പ്രണയം തന്നെയാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത അത്രയധികം സ്നേഹമാണ് അവരുടെ മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റിൽ പോലും അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 പേർക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞു പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആ ഒരു റിയാലിറ്റി ആയിട്ട് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ 2 പേരും ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതായത് ഡിവൈനായിട്ട് തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾ 2 പേരെയും ഒരുമിപ്പിച്ച് ചേർത്ത വ്യക്തികളാണ്. അതുകൊണ്ട് മറ്റൊരു ശക്തിക്കും നിങ്ങളെ ഒരിക്കലും സെപ്പറേറ്റഡ് ആക്കാൻ കഴിയില്ല. ഫിസിക്കലി നിങ്ങൾ സെപ്പറേറ്റഡ് ആവുമായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ആത്മാക്കൾ തമ്മിൽ എപ്പോഴും ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രമാത്രം ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാക്കാനുള്ള ഒരു വഴിയായി മാറുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. അത്രമാത്രം നിങ്ങൾ അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങൾ എന്താണ് മനസ്സുകൊണ്ട് അടുത്ത വ്യക്തികളാണ്. ഓക്കെ. നിങ്ങൾക്ക് 2 പേർക്കും ആ ഒരു പരസ്പരം നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. അത്രമാത്രം നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ച് ഓർത്തവരെപ്പോഴും ഒരുപാട് ഉത്കണ്ഠയിലാണ്. അവരൊരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഒരുപാട് ഡിപ്രഷനിലാണ്. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരിട്ട് അറിയാൻ കഴിയാത്തതിൽ അവരൊരുപാട് സങ്കടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള വഴികളിലൂടെ എല്ലാം അവര് അറിയുന്നുണ്ടാവാം. പിന്നെ നിങ്ങൾ 2 പേരിൽ ആരെങ്കിലുമൊക്കെ 2 പേരിൽ ആരേലും ഒരാള് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ. കാരണം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഈ സെപ്പറേഷൻ നിങ്ങളെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷനോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനോ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. അതൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു മെന്റൽ റിലീഫ് കിട്ടാനുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വേയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഒരുപാട് ഹീലിങ്ങിൻ്റെ ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ്.
ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. യെസ്. വിമൻ ഹോൾഡിങ് എ ഹാർട്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രണയം അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല. പല കാര്യങ്ങളും നിങ്ങളോട് എത്രമാത്രം സ്നേഹമാണ്, എത്രമാത്രം ആഴമേറിയ സ്നേഹമാണ് നിങ്ങളോട് അവർക്കുള്ളത് എന്ന് പോലും അവർക്ക് പറയാൻ കഴിയാത്ത അത്രമാത്രം ഒരു സ്നേഹം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ. ആൻഡ് യെസ്. ഡെഫിനിറ്റ്ലി ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു പക്ഷേ നിങ്ങളിലേക്ക് നേരിട്ട് വരാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മറ്റു വഴികളിലൂടെ അവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നേരിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാനോ ഉള്ള സാധ്യത ചിലപ്പോൾ ചിലർക്കെങ്കിലും കുറവായിരിക്കാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റീസ് പോലും ആ വ്യക്തി ഇപ്പോൾ തിരയുന്നുണ്ട്. ഓക്കെ. എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ആങ്സൈറ്റി ആണ് ഉണ്ടാവുന്നത്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ വ്യക്തി തിങ്ക് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരേണ്ടത് എന്ന് പോലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അത്രമാത്രം ഒരു സ്ട്രോങ് ഫീലിങ്സ് ആണ് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. ഐ വിൽ കോൾ യു സൂൺ. ഓക്കെ. തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൾ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഐ നോ യു മിസ് മീ. ഐ ആം ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് യു. യെസ്. ഇപ്പോൾ അവർ മിസ് ചെയ്യുന്ന പോലെ നിങ്ങളും അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർ ഇൻകംപ്ലീറ്റ് ആണ്. നിങ്ങളില്ലാണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ. ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ എന്തോ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവാം. ഓക്കെ. ഐ ആം ഹെൽപ്ലെസ് നൗ. മൈ ലൈഫ് ഈസ് എംപ്റ്റി. ഓക്കെ. മേ ബി അവരുടെ ലൈഫിൽ എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ടായിരിക്കാം നിങ്ങളോടുള്ള ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ നിസ്സഹായരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ളത് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ. ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. യെസ്. തീർച്ചയായിട്ടും അവർ ഏതോ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ മനസ്സിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു പെയിൻ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് അവരുടെ സോൾ മെസ്സേജസ് ആണിത്. ഓക്കെ. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ. അവർ മനസ്സിലാക്കുകയാണ് ഈ ഒരു സെപ്പറേഷനിൽ പോലും അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളാണ് അവരുടെ റിയൽ ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിം എന്ന്. ഓക്കെ.